നമ്മൾ ജേണൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ലെഡ്ജറാണ്. ഓക്കെ, ലെഡ്ജർ നമുക്കറിയാം. ജേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് റെക്കോർഡിംഗ് എന്ന് പറയാം അല്ലെ. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ജേണൽ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം, റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ജേണൽ എന്ന് പറയും. എന്നാൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഏതൊക്കെയാണ് വരവ്, ഏതൊക്കെയാണ് ചിലവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഓർഗനൈസേഷനിലെ ഒരു ദിവസം നടന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഏതൊക്കെയാണ് വരവ്, ഏതൊക്കെയാണ് ചിലവ് നോക്കണം. ഏതൊക്കെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ, ഏതൊക്കെയാണ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കണം. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? ലെഡ്ജർ എന്ന് പറയാം. ലെഡ്ജർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഞാൻ നോക്കിയേ, ലെഡ്ജർ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താണ്? പെയ്ഡ് റെന്റ്, റെന്റ് കൊടുത്തു. പെയ്ഡ് റെന്റ്, റെന്റ് കൊടുത്തു, വാടക കൊടുത്തു. വാടക കൊടുത്തു എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? വാടക കൊടുത്തു നമുക്കറിയാം, റെന്റ് അക്കൗണ്ടഡ് ടു ക്യാഷ് അല്ലെ. പെയ്ഡ് റെന്റിന്റെ എൻട്രി എന്താണ്? നമുക്കറിയാം, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ ഇവിടെ റെന്റ് അക്കൗണ്ടഡ് ടു ക്യാഷ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി കഴിഞ്ഞു. ഇവിടെ രണ്ട് അക്കൗണ്ടാണ് ഉള്ളത്. ഒന്നാമത്തെ അക്കൗണ്ട് റെന്റ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ഒന്നാമത്തെ അക്കൗണ്ട് ഏതാണ്? റെന്റ് അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. സോ നമ്മൾ രണ്ട് ലെഡ്ജർ വരയ്ക്കുന്നത്. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇവിടെ എമൗണ്ട് കോളം, ഇവിടെ റെന്റ് അക്കൗണ്ട്, ഇവിടെ ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിലുള്ള രണ്ട് അക്കൗണ്ട് നമ്മൾ വരച്ചു. ഒന്നാമത്തെ അക്കൗണ്ട് റെന്റ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്, രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഒന്നാമത്തത് റെന്റ്, രണ്ടാമത്തത് ഏതാണ്? ക്യാഷ്. അത് രണ്ടും നമ്മൾ എഴുതി. ഇവിടെ എങ്ങനെയാണ് എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്? റെന്റിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? റെന്റിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് മറ്റൊന്നുമല്ല. റെന്റിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ക്യാഷ്. അപ്പൊ റെന്റ് അക്കൗണ്ടില് ഒരിക്കലും എന്ത് എഴുതൂല? റെന്റ് എന്ന് എഴുതൂല. പകരം എന്താണ്? റെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണോ കിടക്കുന്നത് അത് എഴുതും. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ റെന്റിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? റെന്റിന്റെ ഓപ്പോസിറ്റ് ക്യാഷ് ആണ്. നമുക്ക് ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ലാണ്ട്, റെന്റിന്റെ ഓപ്പോസിറ്റ് ക്യാഷ്. നമ്മൾ എന്താ പറഞ്ഞേ? റെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഒരിക്കലും എന്ത് എഴുതാറില്ല? എന്താ എഴുതാറില്ല? റെന്റ് അക്കൗണ്ടിന്റെ പേര് എഴുതാറില്ല. ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാണ്? ടു ക്യാഷ് എന്നാ കിടക്കുന്നത്. ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതെന്നാ കിടക്കുന്നത്? ടു ക്യാഷ് എന്നാ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലെഡ്ജറിന് രണ്ട് സൈഡാണുള്ളത്. ഒരു ലെഡ്ജറിന് എത്ര സൈഡാണുള്ളത്? രണ്ട് സൈഡാണുള്ളത്. ഒന്നാമത്തെ സൈഡ് ടു സൈഡും രണ്ടാമത്തെ സൈഡ് ബൈ സൈഡും. അതായത് ഈ സൈഡ് ടു സൈഡ്, രണ്ടാമത്തെ സൈഡ് ബൈ സൈഡ്. പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് പറയുന്നതാണ്. മനസ്സിലായോ? ഒന്നാമത്തെ സൈഡ് ടു സൈഡ്, രണ്ടാമത്തെ സൈഡ് എന്താ പറയുന്നത്? ബൈ സൈഡ്. ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഉണ്ടാ? ഇല്ലല്ലോ. അപ്പൊ റെന്റിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്ന? ക്യാഷ്. എന്ത് ക്യാഷ്? ടു ക്യാഷ്. അപ്പൊ ടു സൈഡ് ആണ് എഴുതേണ്ടത്. ടു ക്യാഷ് എന്ന് കിടന്നാൽ ടു സൈഡ്. അപ്പൊ നമ്മളിവിടെ റെന്റിന്റെ ഓപ്പോസിറ്റ് ടു ക്യാഷ് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എമൗണ്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത് ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, റെന്റിന്റെ അക്കൗണ്ടിൽ ഒരിക്കലും റെന്റിന്റെ പേര് എഴുതൂല. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷിന്റെ പേരില്ല. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? റെന്റ്. നമ്മളപ്പോ എന്താ ഇവിടെ കൊടുക്കുന്നത്? ക്യാഷിന്റെ ഓപ്പോസിറ്റ് റെന്റ് ആണ്. മുകളിൽ കിടന്നാൽ അത് ബൈ ആണ്. അപ്പൊ ബൈ റെന്റ്. ഇതാണ് ബൈ സൈഡ് എമൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് മറ്റൊരു രീതി പറയാം. താഴെ കിടക്കുന്നതെല്ലാം ടു ആണ്. മനസ്സിലായില്ലേ? ഒരു ലെഡ്ജറിൽ താഴെ കിടക്കുന്നതെല്ലാം ടൂവും മുകളിൽ കിടക്കുന്നത് ബൈയും ആയിരിക്കും. ഇനി ഞാൻ നോക്കിയേ, ഇവിടെ ഞാൻ അടുത്തൊരു എൻട്രി എഴുതുകയാണ്. നോക്കിയേ, അടുത്തൊരു എൻട്രി ഞാൻ എഴുതുകയാണ്. എന്താണ് അടുത്ത എൻട്രി? അപ്പൊ നമ്മൾ പെയ്ഡ് റെന്റിൽ എഴുതി. ഇനി ഒരു ട്രാൻസാക്ഷൻ ഇൻകം നമുക്ക് എഴുതാം. റെസീവ്ഡ് സാലറി. സാലറി ഇങ്ങോട്ട് കിട്ടി.
സാലറി ഇങ്ങോട്ട് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടും. ക്യാഷ് കൂടുമ്പോൾ ക്യാഷ് എന്ത് ചെയ്യും? മുകളിൽ വരും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്സ് ഡെറ്റർ ടു സാലറി. ഡൗട്ട് ഇല്ല, ഇതാണ് നമ്മുടെ സാധനം. സാലറി അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി. ഇനി ഇവിടെ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ലെഡ്ജർ ആക്കണം. നമുക്ക് ഓൾറെഡി ഇവിടെ ക്യാഷിന്റെ ഒരു അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്താ വരയ്ക്കേണ്ടത്? എന്താണ്? ഏതിന്? സാലറിക്ക് ഒരു അക്കൗണ്ട് ആണ്. സോ ഞാൻ സാലറിക്ക് ഒരു അക്കൗണ്ട് വരയ്ക്കുന്നു. നിങ്ങൾ വരയ്ക്കണൊക്കെ കുറച്ചുകൂടി നീറ്റായിട്ട് വരയ്ക്കണേ. അറിയാലോ, ഒന്നാമത്തെ സൈഡ് ടു സൈഡ്, രണ്ടാം സൈഡ് ബൈ സൈഡ്. ക്യാഷിന്റെ ആദ്യം നമ്മൾ ക്യാഷ് എടുക്കുന്നു. ക്യാഷിൽ നമ്മൾ ഒരിക്കലും ക്യാഷിന്റെ അക്കൗണ്ട് ഇതാ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ക്യാഷിൽ ഒരിക്കലും നമ്മൾ ക്യാഷിന്റെ പേര് എഴുതൂല. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കണേ? സാലറി. സാലറി എവിടെയാ കിടക്കണേ? താഴെ. താഴെ കിടന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ടു സാലറി എന്നാണ്. താഴെ കിടക്കണതെല്ലാം ടൂവും മുകളിൽ കിടക്കണതെല്ലാം ബൈയും. അപ്പൊ ക്യാഷിൽ നമ്മൾ എന്ത് എഴുതും? ടു സാലറി. തന്നല്ലോ, ആണല്ലോ. ഇനി ക്യാഷിൽ കിടക്കുന്നത് എന്താണ്? ക്യാഷിന്റെ ഓപ്പോസിറ്റ് ടു സാലറി എഴുതി. ഇനിയാണ് നമ്മൾ സാലറി അക്കൗണ്ട് എഴുതുക. സാലറി അക്കൗണ്ടിൽ ഒരിക്കലും, ഇതാണ് സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ടിൽ ഒരിക്കലും സാലറിയുടെ പേര് നമ്മൾ എഴുതൂല. സാലറിയുടെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ക്യാഷ്. ക്യാഷ് എവിടെ കിടക്കണം? മുകളിൽ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ബൈ ക്യാഷ് എന്ന് എഴുതും. ക്യാഷ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ പോസ്റ്റ് ചെയ്യണം. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യാം? പോവാം. ഇതാ നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് എൻട്രി അറിയാം. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻട്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇതാ ഞാൻ ഇവിടെ എഴുതുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ രണ്ട് അക്കൗണ്ട് വന്നു കഴിഞ്ഞു. ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒന്നാമത്തെ അക്കൗണ്ടിന്റെ പേര് കൊടുത്തു ക്യാഷ് അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ടിന് ഞാൻ ഇവിടെ പേര് കൊടുക്കാൻ പോവുകയാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയേ, ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷിന്റെ പേര് എഴുതൂല. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ക്യാപിറ്റൽ. എന്ത് ക്യാപിറ്റൽ? ടു ക്യാപിറ്റൽ. ടു സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ടു സൈഡ്, ഇത് ബൈ സൈഡ്. അപ്പൊ ടു ക്യാപിറ്റൽ എന്ന് കിടക്കുന്നുണ്ട്. ടു സൈഡിൽ ക്യാപിറ്റൽ എന്ന് എഴുതുക. എമൗണ്ട് കൊടുക്കുക 2 ലക്ഷം. 2ഉം 5 പൂജ്യവും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ്? ഒരിക്കലും ക്യാപിറ്റലിന്റെ പേര് എഴുതൂല. ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ക്യാഷ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് മുകളിലല്ലേ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു മുകളിൽ എന്ത് കിടക്കുന്നു? അത് ബൈ ആണ്. അപ്പൊ ക്യാപിറ്റലില് ബൈ സൈഡ് എഴുതുക ക്യാഷ്. 2 ലക്ഷം. സംഭവം ക്ലിയർ ആണ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ അടുത്ത എൻട്രിയിലോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എൻട്രി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കിയേ, സിൻഡിക്കേറ്റ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സിൻഡിക്കേറ്റ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് അത് എങ്ങനെ എഴുതാം? വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. എവിടെ നോക്കിയേ, ബാങ്ക് അല്ലെ, നമ്മൾ ക്യാഷ് ഇട്ടു. ബാങ്കിൽ നമ്മൾ ക്യാഷ് ഇട്ടു. അപ്പൊ ബാങ്ക് കൂടുന്നു, ക്യാഷ് കുറയുന്നു. ബാങ്ക് എന്താ ചെയ്യുന്നത്? കൂടുന്നു. അപ്പൊ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് കൂടുന്നു. അപ്പൊ നമുക്ക് ഇവിടെ പുതിയൊരു അക്കൗണ്ട് വന്നു, ബാങ്ക് അക്കൗണ്ട്. മനസ്സിലായി? പുതിയ അക്കൗണ്ട് വരുമ്പോൾ പുതുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യാം അല്ലെ. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഒരിക്കലും ബാങ്കിന്റെ പേര് എഴുതൂല. ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ? ക്യാഷ്. ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? ക്യാഷ് ആണ്. ആണല്ലോ. ക്യാഷ് എവിടെയാ കിടക്കണേ? താഴെ. താഴെ ക്യാഷ് കിടന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ടു ക്യാഷ്. ടു സൈഡ് ഏതാ? ടു സൈഡ് ഏതാ? ഇതാണ് ടു ക്യാഷ്. എമൗണ്ട് എത്ര? 80,000. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഒരിക്കലും ക്യാഷിന്റെ പേര് എഴുതൂല. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ബാങ്ക്. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്? ബാങ്ക്. തന്നല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ടില് ബാങ്ക് എഴുതും. ബാങ്ക് മുകളിലല്ലേ കിടക്കുന്ന? മുകളിൽ കിടന്ന ബൈ ആണ്. അപ്പൊ എന്താണ്? ബൈ ബാങ്ക്. എമൗണ്ട് 80,000. ട്രാൻസാക്ഷൻസ് എഴുതി കഴിഞ്ഞു.
ഇനി അടുത്ത എൻട്രി നമുക്ക് നോക്കാം. ഗുഡ്സ് എവിടെ നോക്കിയേ, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ഗുൽമോഹർ ഫാഷൻ ഹൗസ്. ഗുൽമോഹർ ഫാഷൻ ഹൗസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു 3 ലക്ഷം രൂപയ്ക്ക്, അല്ലെ, സോറി 30,000 രൂപയ്ക്ക്. അപ്പൊ നോക്കിയേ, ഗുൽമോഹർ ഫാഷൻ ഹൗസിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇവിടെ ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന് വരാനുള്ള കാരണം എന്താ, ആ കമ്പനിയുടെ പേര് വരാനുള്ള കാരണം നമ്മൾ കടത്തിനാണ് പർച്ചേസ് ചെയ്തത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പേര് എവിടെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കടത്തിന് പർച്ചേസ് ചെയ്തു എന്നാണ്. തന്നല്ലോ. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗുൽമോഹർ ഏജൻസീസ്. അപ്പൊ അതിന്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ ഏജൻസി. തന്നല്ലോ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ ഏജൻസീസ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ വരേണ്ടത്. പക്ഷേ ക്യാഷിന്റെ സ്ഥാനത്ത് നമ്മളിവിടെ എന്താ എഴുതിയത്, ഗുൽമോഹർ. അപ്പൊ ഇവിടെ 2 അക്കൗണ്ട് പുതുതായിട്ട് വരുന്നില്ലേ, ഒന്നാമത്തത് പർച്ചേസ് അക്കൗണ്ടും രണ്ടാമത്തത് ഗുൽമോഹർ അക്കൗണ്ടും. ആണോ അല്ലേ? ഗുൽമോഹർ അക്കൗണ്ട് അല്ലേ. അപ്പൊ നമ്മളിതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ കൊടുക്കുന്നു പർച്ചേസ് അക്കൗണ്ട്, അടുത്ത അക്കൗണ്ട് ഗുൽമോഹർ അക്കൗണ്ട്. നമ്മളെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ. നോക്കിയേ, ഇവിടെ പർച്ചേസിൽ എന്താ എഴുതുന്നത്, ടു ഗുൽമോഹർ. നമുക്കറിയാം പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഒരിക്കലും പർച്ചേസിന്റെ പേര് എഴുതാറില്ല. പർച്ചേസിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്, ഗുൽമോഹർ. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതും, ടു ഗുൽമോഹർ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് ഇവിടെ എഴുതും. എത്ര, 30,000. ഇനി അടുത്ത് ഗുൽമോഹറിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതുന്നത്, ഗുൽമോഹറിന്റെ ഓപ്പോസിറ്റ് എന്താണ്, പർച്ചേസ്. പർച്ചേസ് എവിടെയാ കിടക്കുന്നത്, മുകളിലാണ് കിടക്കുന്നത്. ആണല്ലോ. അപ്പൊ മുകളിൽ കിടന്നാൽ അതെന്താണ്, ബൈ സൈഡ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതും, ബൈ പർച്ചേസ്. ക്ലിയർ ആണല്ലോ. എത്ര, 30,000. ഇനി അടുത്ത് പർച്ചേസ് ദ ഓഫീസ് മിഷൻ പെയ്ഡ് ബൈ ചെക്ക്. പർച്ചേസ് ദ ഓഫീസ് മിഷൻ പെയ്ഡ് ബൈ ചെക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഫീസ് മിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുകയാണ്. നമ്മൾ എന്താ കൊടുത്തത്, ചെക്കാണ് കൊടുത്തത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഓഫീസ് മിഷൻ, മിഷന്റെ പേര് പറയുന്നുള്ളതുകൊണ്ട് നമ്മൾ മിഷൻ എന്ന് എഴുതുക. ഓഫീസ് മിഷൻ അല്ലെങ്കിൽ മിഷൻ അക്കൗണ്ട്, മിഷനറി മിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ചെക്കാണ്. അപ്പൊ നമ്മൾ ക്യാഷ് എന്ന് എഴുതാൻ പറ്റൂല, ബാങ്ക്. മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയാൽ പുതിയൊരു അക്കൗണ്ട് വന്നില്ലേ, മിഷനറി. ബാങ്കിന് നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ നോക്കിയാൽ ഇവിടെ ബാങ്കിന് ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട, ബാങ്കിന് പുതുതായിട്ട് അക്കൗണ്ട് വരയ്ക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പൊ മിഷനറിയുടെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്ന, ബാങ്ക്. എന്ത് ബാങ്ക്, ടു ബാങ്ക്. അപ്പൊ ഞാനിവിടെ ടു ബാങ്ക് എന്ന് എഴുതും. ടു ബാങ്ക്. എമൗണ്ട് എത്ര, ടു ബാങ്ക് എന്ന് കിടക്കുന്നു. എവിടെ, 20,000 തന്നല്ലോ. ബാങ്കിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്, മിഷനറി. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് എഴുതണം, മിഷനറി. മിഷനറി മുകളിലല്ലേ കിടക്കുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബൈ മിഷനറി എന്ന് ഞാൻ എഴുതും. ബൈ മിഷനറി. എത്ര, 20,000. സംഭവം ക്ലിയർ അല്ലേ, ലെഡ്ജർ ക്ലിയർ അല്ലേ. ഇനി അടുത്ത് എന്താ പറയുന്നത്, റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. റെന്റ് അടച്ചു, എന്നിട്ട് എന്ത് കൊടുത്തു, ചെക്ക് കൊടുത്തു. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ. അവിടെ വേറെ ഒന്നുമില്ല, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. ഓക്കെ. അപ്പൊ നോക്കി, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് ഓൾറെഡി നമ്മളിവിടെ ഒരു അക്കൗണ്ട് വരച്ച്. ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് റെന്റ് വരുന്നത്. റെന്റ് മുകളിലാണ് വരുന്നത്. മുകളിൽ റെന്റ് വന്നാൽ ബൈ റെന്റ്. എമൗണ്ട് 5,000 തന്നല്ലോ. ഇനി റെന്റിന്റെ ഓപ്പോസിറ്റ് എന്ത് വരുന്നുണ്ട്, ബാങ്ക് വരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് റെന്റ് അക്കൗണ്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ റെന്റ് അക്കൗണ്ട് ഞാൻ ഇവിടെ വരയ്ക്കുന്നു, റെന്റ് അക്കൗണ്ട്. എല്ലാം കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ റെന്റ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ പറഞ്ഞു എന്താണ്, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു
ബാങ്ക്, നമ്മൾ ബാങ്കിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസാക്ഷൻ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, റെന്റിന്റെ അക്കൗണ്ടിൽ. റെന്റിന്റെ അക്കൗണ്ടിൽ ഒരിക്കലും റെന്റിന്റെ പേര് എഴുതൂല, ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്, ടു ബാങ്ക്. ടു എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, ടു ബാങ്ക്. എമൗണ്ട് എത്ര, 5000. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇല്ല. ഇനി അവിടെ നോക്കിയോ, സെയിൽ ഓഫ് ബുക്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹിത് ബ്രോസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, മോഹിത് ബ്രോസിന് എന്ത് ചെയ്തു, ക്രെഡിറ്റിന് എന്ത് ചെയ്തു, ഗുഡ്സ് കൊടുത്തു. അപ്പൊ പുതിയ 2 അക്കൗണ്ട് വരുന്നു. സെയിൽ ഓഫ് ബുക്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയേ ഉള്ളൂ. മോഹിത് ബ്രോസിന് കടത്തിന് എന്ത് ചെയ്തു, വിറ്റു. അപ്പൊ മോഹിത് ബ്രോ അക്കൗണ്ട് ടു സെയിൽ. മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. 2 അക്കൗണ്ട് വരുന്നു, മോഹിത് ബ്രോ, അടുത്ത് സെയിൽ അക്കൗണ്ട്. അപ്പൊ ഇവിടെ മോഹിത് ബ്രോയുടെ ഓപ്പോസിറ്റ് എന്താ കിടക്കണ, ടു സെയിൽ. ടു സെയിൽ 10,000. സെയിലിന്റെ ഓപ്പോസിറ്റ് എന്താ കിടക്കണേ, ബൈ മോഹിത് ബ്രോ 10,000. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത അക്കൗണ്ട് എന്താണ്, ക്യാഷ് സെയിൽ 15,000. എന്താണ്ടോ, ക്യാഷ് സെയിൽ 15,000. ഓൾറെഡി നമുക്ക് ക്യാഷിനും അക്കൗണ്ട് ഉണ്ട്, സെയിൽസിനും അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട, വേറെ അക്കൗണ്ട് വരയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നാലും ഇവിടെ ട്രാൻസാക്ഷൻ എഴുതുകയാണ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. എൻട്രി നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞ് പോണം. ക്യാഷ് സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും, ടു സെയിൽ തന്നല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഇല്ലേ, ദാ അടക്കുന്നു, ക്യാഷ് അക്കൗണ്ട് തന്നല്ലോ, ദാ അടക്കുന്നു. അപ്പൊ ക്യാഷിന്റെ ഓപ്പോസിറ്റ് ടു സെയിൽ എത്ര, 15,000. ഇനി സെയിലിന്റെ ഓപ്പോസിറ്റ് എന്താ, വേണ്ട, നമ്മളിപ്പോ ഇപ്പോഴത്തെ എൻട്രി ഇതാണ്. സെയിലിന്റെ ഓപ്പോസിറ്റ് എന്താ, ക്യാഷ്. ക്യാഷ് മുകളിലല്ലേ, അപ്പൊ ബൈ ക്യാഷ്, ഇതാ നടക്കുന്നു. സെയിൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എത്ര, 15,000. അടുത്ത എൻട്രി നോക്കിയേ, റിസീവ്ഡ് എ ചെക്ക് ഫ്രം മോഹിത് ബ്രോസ്. മോഹിത് ബ്രോസിന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി, ചെക്ക് കിട്ടി. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ എഴുതും, മോഹിത് ബ്രോസിന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി, ചെക്ക് കിട്ടി. എവിടെ, അപ്പൊ നമുക്ക് ചെക്ക് ഇങ്ങോട്ട് കിട്ടിയല്ലേ. ചെക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് കൂടും, അതായത് ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും, കൂടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മോഹിത് ബ്രോസ്. രണ്ടിനും നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിന്റെ പേര് എഴുതില്ല, ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്, ടു മോഹിത് ബ്രോ. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ടിന്റെ അകത്ത് എന്തെഴുതും, ടു മോഹിത് ബ്രോ, ഇതാ കിടക്കുന്നത് ബാങ്ക് അക്കൗണ്ട്, ടു മോഹിത് ബ്രോസ് 10,000. ഇനി മോഹിത് ബ്രോയുടെ ഓപ്പോസിറ്റ് എന്താ കിടക്കുന്നത്, ബാങ്ക്. എന്ത് ബാങ്ക്, ബൈ ബാങ്ക്. ക്ലിയർ അല്ലേ. ഇനി അടുത്ത സാലറി പെയ്ഡ് ഇൻ ക്യാഷ്. സാലറി കൊടുത്തു, ക്യാഷ് ആയിട്ടാണ് എന്ത് ചെയ്തത്, സാലറി കൊടുത്തത്. അപ്പൊ നമുക്ക് ആ എൻട്രി എങ്ങനെ എഴുതും നോക്കാം. ക്യാഷ് ആയിട്ട് സാലറി കൊടുത്തു അല്ലെ. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞ ക്യാഷ് താഴെ വരും, സാലറി മുകളിൽ പോകും. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ സാലറി അക്കൗണ്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടോ, ഇല്ല, അത് പുതിയ അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എഴുതുന്നു. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറിയുടെ ഓപ്പോസിറ്റ് എന്ത് വരും, ടു ക്യാഷ് 60,000 തന്നല്ലോ. ക്യാഷിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും, ബൈ സാലറി. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, ക്യാഷ് അക്കൗണ്ട് ഇവിടെ ഉണ്ടല്ലോ, ബൈ സാലറി, ഇതാ നടക്കുന്നത് ബൈ സാലറി. 60,000 അല്ല അല്ലെ, 6,000. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യാൻ വേറെ ഒന്നുമല്ല, രണ്ട് സൈഡും ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ആദ്യം ടു സൈഡ് എടുക്കുക. ഇവിടെ ഒരു 20,000 ഉണ്ട്, ഇവിടെ ഒരു 15,000 ഉണ്ട്. സോറി, 2 ലക്ഷം ഉണ്ട്, 15,000 ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര, 2,15,000. ഇവിടെ ഒരു 80,000, 6,000. അപ്പൊ 86,000 ഇവിടെ ഉള്ളു. അപ്പൊ വലുതേതാ, ഇതാണ്. വലുതേതാണോ അതെടുത്ത് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. 2,15,000
വലുതെടുത്ത് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. വലുതെടുത്ത് നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യണം കേട്ടോ. ഇവിടെയും 2,15,000. എന്നിട്ട് ഇവിടെ എത്രയാണ് കുറവെന്ന് നോക്കണം. അതായത് 2,15,000 മൈനസ് 86,000 എത്രയാണ്? 1,29,000. 1,29,000. നമ്മളിവിടെ ബാലൻസ് ക്യാരി ഡൗൺ, എവിടെയാണോ കുറവുള്ളത് അവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. രണ്ട് സൈഡും കൂട്ടുക, ഏറ്റവും വലുതെടുത്ത് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. എവിടെയാണോ കുറവുള്ളത് അവിടെ ബാലൻസ് എഴുതുക. ഇത്രയേ ഉള്ളൂ. ഏറ്റവും വലുത് ഈ സൈഡാണ്. ആ എമൗണ്ട് വെച്ച് നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യും. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്ന് ഈ രണ്ട് എമൗണ്ടും കുറയ്ക്കുന്നു. ഇവിടെ എത്ര എമൗണ്ട് ഉണ്ടോ അത്രയും കുറയ്ക്കുന്നു. ഇതാണ് ബാലൻസ്. ഇങ്ങനെ ഓരോ അക്കൗണ്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ലെഡ്ജർ. വളരെ എളുപ്പത്തിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കണം. ഓക്കെ.